മുണ്ടക്കൈ മേഖലയിലെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം വൈകിയും തുടരുന്നു. ചൂരൽമലയിൽ നിന്നും എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ചൂരൽമല ആ ദുരന്ത സ്ഥലത്താണ്. എവരെയും കണ്ണീരണിയിച്ച അതോടൊപ്പം തന്നെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് ഈ മേഖലയിലാകെ കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 100-ന് മുകളിൽ മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ചൂരൽമലയിലും അതോടൊപ്പം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും. നിലവിൽ ഈ ഏറെ വൈകിയും രാത്രി ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നു. എന്നിട്ടും സൈന്യവും അതോടൊപ്പം NDRF-ഉം കേരള പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറാമാൻ രാഹുൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് സൈന്യം താൽക്കാലികമായി തയ്യാറാക്കിയ സൈന്യത്തിന്റെ പാലമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യം കാണിക്കും എന്താണ് സൈന്യം ഈ ദുരന്തമുഖത്ത് ചെയ്യുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ളത്. ഈ ഒട്ടനവധി സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളെ അവിടെ നിന്നും വാഹനങ്ങളിൽ ഇവിടെ എത്തിച്ച് ഈ താൽക്കാലിക പാലം വഴി പുറത്തേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് സൈന്യം ഒരു വശത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. കുട്ടികളുണ്ട്, അക്കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, അതോടൊപ്പം പ്രായമായവരും അസുഖബാധിതരും അടക്കമുള്ളവർ ആ കൂട്ടത്തിൽ ഇപ്പോഴുമുണ്ട്. അവരെ എത്രയും വേഗം നേരം ഇരുട്ടുന്നതിന് മുമ്പ്, പെരുമഴ വീണ്ടും വരുന്നതിന് മുൻപ് എത്തിക്കുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. മറ്റൊന്ന് രാഹുൽ, ആ ദൃശ്യം കൂടി ഒന്ന് കാണിക്കണം. നേരെ NDRF-ന്റെ ഒരു വശത്ത് രാവിലെ മുതൽ NDRF സംഘം സജീവമായി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്നത് ഇരു കരകളിലുമായി കയർ ബന്ധിച്ച് അതുവഴി ആളുകളെ, പരിക്കേറ്റവർ, അതോടൊപ്പം മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇക്കരക്കരയിലേക്ക് ചൂരൽമല തെരുവിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി വൈകിയാലും ഈ രക്ഷാദൗത്യം തുടരും എന്നതിന്റെ സൂചനയാണ് അവർ താൽക്കാലിക ലൈറ്റിംഗ് സംവിധാനമടക്കം അവിടെ വെച്ചിട്ടുള്ളത്. നേരത്തെ ഹെലികോപ്റ്റർ, ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ഇവിടെ എത്തി രക്ഷാദൗത്യം ഏറ്റെടുത്തിരുന്നു. പരിക്ക് പറ്റിയിരുന്ന ആളുകളെ ഇവിടെ നിന്നും കൊണ്ടുപോയി. ഈ ടെറൈൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ടെറൈനിൽ ഒരു കാരണവശാലും ഹെലികോപ്റ്റർ ഇറക്കുന്ന തക്ക ടെറൈൻ ആയിരുന്നില്ല. എല്ലാം തന്നെ ഈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു പോയ സാഹചര്യമായിരുന്നു. അവിടെ തകർന്ന ഒരു റോഡിലാണ് ഈ ഹെലികോപ്റ്റർ അതിസാഹസികമായി ഇറക്കി ഇന്ത്യൻ വായുസേന ഈ ആളുകളെ എത്തിച്ചത്. രാഹുൽ, ആ ദൃശ്യം ഒന്ന് കാണിക്കൂ. ഇപ്പോൾ ഇങ്ങനെയാണ് മൃതദേഹങ്ങളും അതോടൊപ്പം ആളുകളെയും പരിക്ക് പറ്റിയവരെയും ഒക്കെ NDRF രാവിലെ മുതൽ രക്ഷിക്കുന്നത്. ഇനിയും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുണ്ട്. അവിടെ സൈന്യത്തിന്റെ രക്ഷാദൗത്യം തുടരുകയാണ്. ഒരുപക്ഷെ നമുക്ക് അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ കൂടി അവിടെ നിന്നും വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. കാരണം മുൻപ് അവിടെ തെരച്ചിലിനായി പോയ സൈനിക സംഘം പറയുന്നത് കോൺക്രീറ്റിനടിയിലും മണ്ണിനടിയിലുമൊക്കെ ഒട്ടനവധി ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തിരച്ചിൽ ഇന്നൊന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. പരിക്ക് പറ്റിയവരെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കും. ജീവനോടെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചവരെ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ശേഷമായിരിക്കും ഈ മണ്ണ് മാറ്റി, കോൺക്രീറ്റ് പാളികൾ മാറ്റി ഉള്ള പരിശോധന. ഒരു കാര്യം പറയാതിരിക്കാനാകില്ല, ഈ പെട്ടിമുടിയും പുത്തുമലയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് നേരത്തെ. പക്ഷേ അതിനേക്കാളൊക്കെ വേദന നിറഞ്ഞ ചങ്ക് കീറിമുറിക്കുന്ന, വേദന സമ്മാനിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛന്മാരുടെ വിലാപം, അതോടൊപ്പം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അവരെല്ലാം തന്നെ സ്വന്തം ബന്ധുക്കളെ, സ്വന്തം സ്വത്ത് പോയവരുണ്ട്, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരു മനുഷ്യായുസിന്റെ പ്രയത്നം മുഴുവൻ കൊണ്ട് നിർമ്മിച്ച വീടുകളെല്ലാം തന്നെ തകർന്നടിഞ്ഞു പോയവരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ ചൂരൽമലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ കൃത്യമായ മറുപടി അവർ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് ചൂരൽമലയിൽ നിന്ന് ദുരന്തം മുഖത്ത് നിന്ന് ഈ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയത്.